വേഡ് മിങ്കോസ് റൂളിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് വേഡ് മിങ്കോസ് റൂൾ, എന്താണ് HNCC, എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ പാർട്ട് 2 വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ട്രോൺ ക്ലസ്റ്റേഴ്സിനെ കുറിച്ചായിരുന്നു. അതുപയോഗിച്ച് അതെന്താണ് നമ്മൾ പോളി ഹെഡ്രൽ സ്ട്രക്ചർ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് ഓഫ് പോളിഹെഡ്രൻ ഇലക്ട്രോൺ കൗണ്ട് ഫോർ പോളിഹെഡ്രൻ വിത്ത് എൻ വെർട്ടീസസ് അല്ലേ. നമ്മൾ ഈ വെയ്ഡ് മിങ്കോ റൂൾ എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോളിഹെഡ്രന് ചുറ്റും ഉള്ള എൻ വെർട്ടീസസിലുള്ള വാലൻസ് ഇലക്ട്രോൺസിൻ്റെ കൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെയ്ഡ് മിങ്കോസ് റൂൾ വെച്ച് സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോളിഹെഡ്രൻ ഇലക്ട്രോൺ കൗണ്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് അല്ലെ, PEC കണ്ടുപിടിക്കണം. എങ്ങനെയാണ് PEC കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് കിട്ടുന്ന ഈ PECയുടെ വാല്യൂ n+1 വാല്യൂ ആണെങ്കിൽ ക്ലോസോണും n+2 ആണെങ്കിൽ സ്ട്രക്ചർ ഏതായിരിക്കും, നിഡോ ആയിരിക്കും. n+3 ആണ് കിട്ടുന്നതെങ്കിൽ അരക്നോ, അല്ലെ n+4 ആണ് ഹൈഫോ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്ന സ്ട്രക്ചർ. ഇനി എന്താണ് ഈ എൻ എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് സ്കെലിറ്റൽ മെറ്റൽ ആറ്റം ആണ് എന്ത് ഈ എൻ എന്ന് സ്മോൾ എന്നിൻ്റെ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഈ ഇലക്ട്രോൺസ് വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. നമ്മളിവിടെ നോക്കുന്നത് റുദീനിയമാണ്. റുദീനിയം 6CO16 ആണ്. ഇവിടെ നമുക്കറിയാം റുദീനിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് നമുക്കറിയാം 4d8 5s1 ആണ്. സോ നമുക്ക് ആദ്യം തന്നെ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ, മൊത്തം 9 ഇലക്ട്രോൺസ് ആണ് ഒരു റുദീനിയത്തിൻ്റെ ബാലൻസ് ഷെല്ലിലുള്ളത് അല്ലേ. അങ്ങനെ എത്ര റുദീനിയം ഉണ്ട് ഇവിടെ, 6 റുദീനിയം ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 9 × 6 54 ആണ് എന്ത് നമ്മളുടെ റുദീനത്തിന് ചുറ്റും 6 റുദീനത്തിന് ചുറ്റുമുള്ള ബാലൻസ് ഇലക്ട്രോൺസ്. ഇനി നമുക്കുള്ളത് കാർബണൈൻ അല്ലെ CO ആണ്. ഓരോ CO ഡൊണേറ്റ് ചെയ്യുന്ന ബാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെ 16 ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കിട്ടി, +32 കൂടെ കിട്ടി അല്ലേ. അപ്പം 54 + 32 ആണ് നമ്മുടെ ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട്. എത്ര കിട്ടി, 86 എന്നുള്ളത് ടോട്ടൽ ഇലക്ട്രോൺ കൗണ്ട് കിട്ടി. ഇനി സ്മോൾ എൻ എത്ര മെറ്റൽ ആറ്റം ഉണ്ട്, 6 അതെഴുതി. ഇനി PEC ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. PEC കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് TEC -12 ഇലക്ട്രോൺ പെർ സ്കെലിറ്റൽ ആറ്റം. ഇവിടെ 6 ആണുള്ളത്. അപ്പോൾ 86 - 12 × 6 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 14 കിട്ടി. 14 എന്ന് പറഞ്ഞാൽ 7 ഇലക്ട്രോൺ പെയർ ആണ്. അതെന്ന് പറയുന്നത് എന്താണ്, n+1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി